കരിയറിൽ പലതും അവഗണിച്ച സമയമുണ്ടായിരുന്നത് ജയറാം. 2, 3 ചിത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞ് പിന്നെ 2, 3 ചിത്രങ്ങൾ പരാജയപ്പെടും. വീണ്ടും കഷ്ടപ്പെട്ട് വിജയത്തിലെത്തും. കഴിഞ്ഞ 38 വർഷമായി ഇങ്ങനെ തന്നെയാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. വിജയമുള്ളപ്പോൾ എല്ലാവരും നല്ലത് പറയും. കരിയറിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം തെറ്റായി വരുമെന്നും നടൻ കൂട്ടിച്ചേർത്തു. പത്മരാജൻ എന്ന അന്നത്തെ വലിയ സംവിധായകൻ നായകനായി നേരെ സിനിമയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഗൾഫിൽ അവതരിപ്പിച്ച ഒരു മിമിക്രി കാസ്റ്റ് അദ്ദേഹം കണ്ടത് വഴിത്തിരിവായി. അപരൻ ഹിറ്റായത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 20 വർഷത്തോളം തിരിഞ്ഞു നോക്കിയിട്ടേ വന്നില്ല. എന്നാൽ വലിയ പാഠങ്ങൾ നൽകിയത് ഒരു സാഹചര്യം കരിയറിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അവഗണിച്ച ഘട്ടമുണ്ടായിരുന്നു. പ്രശസ്തിയിലേക്കുള്ള യാത്ര അവിശ്വസനീയമായിരുന്നു. സത്യൻ അന്തിക്കാട് എന്ന് ഇന്നും മുൻനിരയുള്ള സംവിധായകൻ 15 ചിത്രങ്ങളിൽ നായകനായി. മിക്ക മുതിർന്ന സംവിധായകർക്കൊപ്പം 10ഉം 12ഉം പടങ്ങൾ ചെയ്തു. ആ യാത്ര പെട്ടെന്ന് ഒരിടത്തെത്തിയപ്പോൾ തിരിച്ചടിഞ്ഞ് വീഴുകയും ഞാൻ ചെയ്തു. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് വരാൻ അത്രയേറെ കഷ്ടപ്പെട്ടു. 2, 3 ചിത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 2, 3 ചിത്രങ്ങൾ പരാജയപ്പെടും. വീണ്ടും കഷ്ടപ്പെട്ട് വിജയത്തിലെത്തും. കഴിഞ്ഞ 38 വർഷമായി ഇങ്ങനെ തന്നെയാണ് കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. പല മുൻനിര അഭിനേതാക്കളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഉന്നതിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരവസരത്തിൽ ഒരുപാട് പേർ എന്നെ കൈവിട്ടു. ആ സമയത്ത് നമ്മൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് വരും. വിജയമുള്ളപ്പോൾ എല്ലാവരും നല്ലത് പറയും. കരിയറിൽ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം തെറ്റായി വരും. അതായിരുന്നു എൻ്റെ പഠനകാലം എന്ന് ജയറാം തുറന്നു പറഞ്ഞു. മലയാളത്തിൽ ആശകൾ 1000 എന്നാണ് ഇനി പുറത്തിറങ്ങാനുള്ള ജയറാം ചിത്രം. എബ്രഹാം ഓസ്ല എന്ന സിനിമയ്ക്ക് ശേഷം ജയറാം നായകനായി എത്തുന്ന പുതിയ സിനിമയാണ് ആശകൾ 1000.